ഹലോ നമസ്കാരം. ലിനൂസ് ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം. കുറഞ്ഞ മണിക്കൂറിനുള്ളിൽ ഫെർമെൻ്റ് ആവാൻ എന്താണ് ചെയ്യേണ്ടത് ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യുക. നമ്മുടെ ഇഡ്ഡലി ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരിയാണ് എടുക്കുന്നത്. സാധാ പച്ചരി, നമുക്ക് മാവേലി സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സാധാ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. ഇതേ സെയിം ഗ്ലാസ്സിൽ തന്നെ 3/4 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഉഴുന്നും അരിയും 2 സെപ്പറേറ്റ് വേറെ വേറെ പാത്രത്തിലാണ് നമ്മൾ ഇടുന്നത്. ഉഴുന്ന് ഇനി 2 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ടാണ് സോക്ക് ചെയ്യാൻ വെക്കേണ്ടത്. ഈ വെള്ളം ഉപയോഗിച്ചാണ് നമ്മൾ മാവ് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുതിർത്തെടുക്കാം. അതുപോലെ തന്നെ പച്ചരി നന്നായിട്ട് കഴുകിയെടുക്കുക. ഒരു 3-4 തവണ പച്ചരി കഴുകി വെള്ളം ഒഴിച്ച് കുതിർത്തെടുക്കാം. 4 മണിക്കൂറിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. ഒരു 4 മണിക്കൂറിന് ശേഷം നമ്മളിത് അരച്ചെടുക്കാൻ പോവുകയാണ്. അരി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ട്രിപ്പിൽ തന്നെ ഇത് അടിച്ചെടുക്കുന്നുണ്ട്. ഉഴുന്ന് കുതിർക്കാൻ എടുത്തിരിക്കുന്ന വെള്ളമാണ് കേട്ടോ നമ്മൾ ഇതിൽ ഉപയോഗിക്കേണ്ടത്. അരി കുതിർത്തെടുത്ത വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇതാണ് കേട്ടോ ഒന്നാമത്തെ ടിപ്പ്. ഉഴുന്ന് കുതിർത്തെടുത്ത വെള്ളം ചേർത്തിട്ടാണ് നമ്മളിത് മുഴുവൻ മാവും അരച്ചെടുക്കുന്നത്. അരിയുടെ അതേ സെയിം ലെവലിൽ തന്നെ വെള്ളം ചേർന്ന് കുതിർത്തെടുത്ത വെള്ളം നമുക്ക് ചേർത്തെടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. തിക്ക് കൺസിസ്റ്റൻസിലാണ് വേണ്ടത്. ഒരുപാട് വെള്ളമായി പോവരുത്. അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്ത നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഉഴുന്ന് സോക്ക് ചെയ്യാനെടുത്ത സെയിം വെള്ളം തന്നെയാണ് ഇതിലും ചേർക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സോക്ക് ചെയ്യുമ്പോൾ കുറച്ചധികം വെള്ളം ചേർത്തിട്ട് വേണം നമ്മളിത് കുതിർത്തെടുക്കാനായിട്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്തിരുന്ന സെയിം അളവ് ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചോറ് ചേർത്ത് കൊടുക്കുന്നത് മട്ട റൈസോ വൈറ്റ് റൈസോ ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ മട്ട റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടിത് അരച്ചെടുക്കാം. ഉഴുന്നും ചോറും അരച്ചെടുത്ത മിശ്രിതം നമ്മൾ അരി അരച്ചതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് ഒരു 10-15 മിനിറ്റെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് കേട്ടോ രണ്ടാമത്തെ ടിപ്പ്. നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ തിരുമ്മി യോജിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ മാവ് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് പൊങ്ങി വരും കേട്ടോ. സാധാ രീതിയിൽ ഈ മാവ് ഫെർമെൻ്റായി വരാനായിട്ട് എങ്ങനെയും ഒരു 9-10 മണിക്കൂർ എടുക്കും. ഇനി നമുക്ക് രാത്രി നമ്മൾ വൈകിയാണ് അരച്ച് വെച്ചത്, രാവിലെ നമുക്ക് നേരത്തെ കുക്ക് ചെയ്തെടുക്കണം എന്നുള്ള കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ ഒരു 5-6 മണിക്കൂറിനുള്ളിൽ നമ്മുടെ മാവ് ഫെർമെൻ്റായി വരാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിൽ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പുളിച്ച മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മാവ് ഒരു 3 ടേബിൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മാവ് ഒരു 5-6 മണിക്കൂറിനുള്ളിൽ തന്നെ ഫെർമെൻ്റായി കിട്ടും. നമ്മൾ തണുപ്പുള്ള കാലാവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഇത് മാവ് ഫെർമെൻ്റായി കിട്ടാനായിട്ട് കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് മാവ് ഇരിക്കുന്ന പാത്രം കവർ ചെയ്ത് വെക്കുകയോ റൈസ് കുക്കറിലോ അല്ലെങ്കിൽ സ്റ്റോർ റൂമിലോ അങ്ങനെ ഏതെങ്കിലും ചൂടുള്ള ഭാഗത്ത് അത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെർമെൻ്റ് ആവാനായിട്ട് ഇത്തിരി ഈസി ആയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് അടച്ച് ഒരു ചൂടുള്ള ഭാഗത്ത് സൂക്ഷിക്കാം. ഇനി നമുക്ക് രാവിലെ ഇഡ്ഡലി തയ്യാറാക്കാം. ഇഡ്ഡലി തയ്യാറാക്കാനുള്ള ഇഡ്ഡലി തട്ട് ഇവിടെ റെഡിയാക്കാം. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ മാവ് എന്ത് കണ്ടീഷനാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. മാവ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ബാറ്റർ കുറഞ്ഞ ടൈമിൽ, അതായത് ഇപ്പോൾ ഒരു 6 മണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ. ഞാനിവിടെ രാവിലെ തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പോവാണ്, കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇഡ്ഡലി തയ്യാറാക്കാം. ഇഡ്ഡലി പാത്രം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആവി വന്നതിന് ശേഷം നമുക്ക് ഇഡ്ഡലി തട്ട് അതിലേക്ക് ഇറക്കി വയ്ക്കാം. അങ്ങനെ 3 ഇഡ്ഡലി തട്ടും നമ്മൾ ഇഡ്ഡലി മാവ് ഒഴിച്ച് നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു 7-8 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഇഡ്ഡലി തയ്യാറാവും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇഡ്ഡലി കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് ഒരു തട്ട് എടുത്തു ഞാൻ. അതിൻ്റെ പുറത്ത് ഇതുപോലെ പുറകിലായിട്ട് കുറച്ച് പച്ചവെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും.
ഇതുപോലെ നമുക്ക് കുറച്ചധികം വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചൂടുണ്ട്, അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇഡ്ഡലി മാറ്റാം. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട്, ഒരു തവി വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ കറക്കി റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ്. അപ്പോൾ ഇതെല്ലാം എടുത്തതിന് ശേഷം ഞാൻ കാണിച്ച് തരാവേ. അപ്പോൾ അടുത്ത തട്ടും ഇതുപോലെ തന്നെ പാത്രത്തിലേക്ക് മാറ്റാം. പുറകിൽ ഇത്തിരി വെള്ളം ഒഴിച്ചാൽ, അകത്ത് വെള്ളം നനയ്ക്കേണ്ട ആവശ്യമില്ല, പുറത്ത് ഇതുപോലെ വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ പഞ്ഞിക്കെട്ട് പോലത്തെ ഇഡ്ഡലി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവർക്കും ഇഷ്ടമാകും. പിറ്റേന്ന് വരെയും നല്ല പഞ്ഞി പോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. സോഫ്റ്റ് ഇഡ്ഡലി തയ്യാറാക്കാനുള്ള 2 കാര്യങ്ങൾ: ഉഴുന്ന് കുതിർത്ത വെള്ളം, രണ്ടാമത് മിക്സിങ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും സോഫ്റ്റ് ഇഡ്ഡലി തയ്യാറാക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.